പ്രപഞ്ചത്തിലെ ഓരോ ചലനവും ശബ്ദമാണ്. നമ്മൾ ബോധപൂർവം കേൾക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നാദ പ്രകമ്പനങ്ങൾ നമ്മുടെ ശരീരത്തെ നിരന്തരം സ്വാധീനിക്കുന്നുണ്ട്. ഗർഭത്തിലുള്ള കുട്ടികളെക്കുറിച്ച് ആധുനിക ശാസ്ത്രം ഇന്ന് ഒട്ടനവധി ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ചിന്തിക്കുന്ന ഒരു ശിരസ്സോ ഭാഷയോ സാമൂഹ്യ ആചാരങ്ങളോ രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ഭാഷയോട് പ്രതികരിക്കാൻ കഴിയില്ല. എന്നാൽ ആ കുഞ്ഞ് ശബ്ദങ്ങളോട് അതിതീവ്രമായി പ്രതികരിക്കുന്നുണ്ട്. അമ്മ കേൾക്കുന്നത് ശിരസ് കൊണ്ട് അർത്ഥങ്ങളുള്ള വാക്കുകളെയാണ്. കുഞ്ഞ് കേൾക്കുന്നത് നാഭിയിൽ ശുദ്ധമായ ശബ്ദങ്ങളെയാണ്. ഇന്നത്തെ നഗരങ്ങളിലെ ഭ്രാന്തവും സങ്കീർണവുമായ വാഹന കോലാഹലങ്ങളും പരുക്കൻ ശബ്ദങ്ങളും ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിരന്തരം വന്ന് ആഞ്ഞടിക്കുകയാണ്. അമ്മയേക്കാൾ ശബ്ദങ്ങൾ ബാധിക്കുന്നത് കുഞ്ഞിനെയാണ്. ഭാവിയിൽ മനുഷ്യർ ജനിക്കുമ്പോൾ തന്നെ മാനസികമായ അസ്വസ്ഥതകളോ ചിത്തഭ്രമമോ ഉള്ളവരായി തീരുന്നതിന് പിന്നിൽ ഗർഭപാത്രത്തിൽ വെച്ച് അവർ ഏൽക്കേണ്ടി വരുന്ന ഈ നാദ മലിനീകരണത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനുഷ്യരിൽ മാത്രമൊന്നുമല്ല, പ്രകൃതിയിലെ സസ്യങ്ങളിലും ശബ്ദം വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു ചെടിക്ക് ചുറ്റും ശാന്തവും സംഗീതാത്മകവുമായ ശബ്ദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അത് ആ ചെടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കും. എന്നാൽ അതേ ചെടിക്ക് ചുറ്റും ക്രമരഹിതവും താളാത്മകമല്ലാത്ത കഠിന ശബ്ദങ്ങളാണ് നൽകുന്നതെങ്കിൽ അതതിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ആ ചെടിയെ നശിപ്പിക്കുകയും ചെയ്യും. ഇതിനർത്ഥം പ്രപഞ്ചത്തിലെ ഓരോ ജീവകോശത്തെയും ഉണർത്താനും തളർത്താനുമുള്ള അത്ഭുത ശക്തി നാദത്തിനുണ്ട് എന്നാണ്. ഒട്ടും തന്നെ താളാത്മകമല്ലാത്ത ആധുനിക നഗരങ്ങളിലെ വാഹന ഗതാഗത ശബ്ദങ്ങൾ കാരണം മനുഷ്യൻ പതുക്കെ പതുക്കെ മനോരോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ പരമാവധി പരിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ശബ്ദങ്ങൾ നിരന്തരം വന്ന് നമ്മെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ശിവൻ നൽകുന്ന താക്കോൽ ശബ്ദങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നാണ്. ഇത് നല്ല ശബ്ദമാണ്, അത് ചീത്ത ശബ്ദമാണ്, ഇത് ശല്യപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ശബ്ദം നമ്മുടെ ശിരസിൽ വന്ന് മുട്ടും. എന്നാൽ അത് നമ്മുടെ കേന്ദ്രമല്ല. നമ്മുടെ കേന്ദ്രം നാഭിയാണ്. അതിനെ വെറും നാദമായി കണ്ട് നാഭി കേന്ദ്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുക. ഇവിടെയാണ് നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ മന്ത്രങ്ങളുടെ ശാസ്ത്രം പ്രസക്തമാകുന്നത്. എല്ലാ യഥാർത്ഥ മന്ത്രങ്ങളും അടിസ്ഥാനപരമായ അർത്ഥമില്ലാത്ത ശബ്ദങ്ങളാണ്. ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഏതെങ്കിലും ഒരു ഗുരു പറയുകയാണെങ്കിൽ അത് മന്ത്രമേ അല്ല. കാരണം അർത്ഥമുണ്ടാകുമ്പോൾ അത് വാക്കുകളായി മാറി ശിരസിലേക്ക് പോകും. മന്ത്രത്തിന് അർത്ഥമില്ലാതായിരിക്കുമ്പോൾ അത് നമുക്കുള്ളിൽ ഒരു ശുദ്ധമായ ശബ്ദമായിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഓം എന്ന മന്ത്രത്തെ വികസിപ്പിച്ചെടുത്തത്. അതിന് ഭാഷാപരമായ ഒരു അർത്ഥവുമില്ല. അതൊരു ശുദ്ധ ശബ്ദം മാത്രമാണ്. ഈ ശുദ്ധമായ ശബ്ദം ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ചിന്തകളെ ഇല്ലാതാക്കി നാഭിയെ ഉണർത്തും. ഈ വിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളൊരു അത്ഭുത പ്രതിഭാസത്തെ മനസ്സിലാക്കണം. അതാണ് വിപരീത ശബ്ദം. നിങ്ങളൊരു ജനലിന് നേരെ കുറച്ചു നേരം നോക്കി നിന്ന് പെട്ടെന്ന് കണ്ണുകൾ അടച്ചാൽ ആ ജനലിന്റെ ഒരു വിപരീത ഛായ ഉള്ളിൽ കാണാം. കണ്ണുകൾക്ക് വിപരീത ഛായകളെ കാണാനാവുന്നത് പോലെ കാതുകൾക്ക് വിപരീത ശബ്ദങ്ങളെ കേൾക്കുവാനും കഴിയും. അമേരിക്കയിൽ നടന്ന ഒരു സംഭവം ഓഷോ ഇവിടെ ഉദാഹരണമായി പങ്കുവയ്ക്കുന്നുണ്ട്. രാത്രിയുടെ മധ്യത്തിൽ ഏകദേശം 2 മണിയോടടുത്ത് ഒരു പ്രാന്ത പ്രദേശത്തിലൂടെ എല്ലാ ദിവസവും ഒരു തീവണ്ടി കടന്നു പോകാറുണ്ടായിരുന്നു. പിന്നീട് അവിടെ പുതിയ റെയിൽവേ പാത വരികയും പഴയ പാതയിലൂടെയുള്ള തീവണ്ടി പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ അതീവ അസാധാരണമായ ഒരു കാര്യം അവിടെ സംഭവിച്ചത് തീവണ്ടി ഓട്ടം നിർത്തിയതിന്റെ പിറ്റേന്ന് മുതൽ ചുറ്റുമുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാത്രി കൃത്യം 2 മണിക്ക് അവർ നിഗൂഢമായ ഏതോ ഒരു ശബ്ദം കേൾക്കുന്നുവെന്ന്.
ആളുകൾ ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരാൻ തുടങ്ങി. തീവണ്ടി ഓടിയ നാളുകളിൽ ആരും ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നില്ല. എന്നാൽ തീവണ്ടി ഇല്ലാതായപ്പോൾ അവർ ആ ശബ്ദം കേട്ടുണർന്നു. സത്യത്തിൽ അവർ കേട്ടത് എന്തായിരിക്കും? ഓഷോ പറയുന്നത് അവർ കേട്ടത് തീവണ്ടിയുടെ ശബ്ദമല്ല, മറിച്ച് എപ്പോഴും ഉണ്ടായിരുന്ന ആ ശബ്ദത്തിന്റെ അഭാവത്തെയാണെന്ന്. ഈ അഭാവമാണ് വിപരീത ശബ്ദം. നമ്മൾ തുടർച്ചയായി ചിലത് കേട്ടുകൊണ്ടിരിക്കുകയും പിന്നീട് അത് പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അഭാവത്തെ, അതിൻ്റെ നെഗറ്റീവിനെ നമ്മൾ കേൾക്കും. ശിവൻ ദേവിയോട് പറയുകയാണ്, ഇരു ചെവികളിലും വിരലുകൾ അമർത്തിക്കൊണ്ട് ശബ്ദങ്ങളുടെയും ശബ്ദമായ ആ നിശബ്ദതയെ ശ്രവിക്കൂ എന്ന്. നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് ചെവികൾ പൂർണ്ണമായി അടച്ചുപിടിക്കുമ്പോൾ ബാഹ്യമായ എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കും. ആ നിമിഷം ഒരു പുതിയ ശബ്ദം അവിടെ കേൾക്കാൻ തുടങ്ങും. ആ ശബ്ദം പുറത്തുനിന്ന് ആരും സൃഷ്ടിച്ചതല്ല, ഇത് നമുക്കുള്ളിലെ സ്വയംഭൂവായ ശബ്ദമാണ്. ബാഹ്യ ശബ്ദങ്ങൾ ഇല്ലാതാകുമ്പോൾ അവയുടെ വിപരീത രൂപമായി ഉള്ളിൽ തെളിയുന്ന ഈ നാദത്തെയാണ് ശബ്ദങ്ങളുടെ ശബ്ദമെന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്രയും കാലം നമ്മൾ മുറുകെ പിടിച്ചിരുന്ന തത്വശാസ്ത്രങ്ങളും ബാഹ്യ കോലാഹലങ്ങളും വെറും ശബ്ദങ്ങളുടെ കോട്ടകൾ മാത്രമായിരുന്നു എന്നാണ്. ഈ തിരിച്ചറിവ് അഹന്തയുടെ പിടിയെ അയക്കും. നമ്മെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ബാഹ്യമായ ശബ്ദങ്ങൾക്കപ്പുറം ഉള്ളിൽ എപ്പോഴുമുള്ള ഈ വിപരീതനാദത്തിന്റെ ശൂന്യതയെ ശ്രവിക്കാൻ നമ്മൾ പഠിക്കണം. പ്രശസ്ത ഫ്രഞ്ച് ചിന്തകനായ ബ്ലെയ്സ് പാസ്കൽ ഒരിക്കൽ അതീവ അർത്ഥവത്തായ ഒരു കാര്യം പറയുകയുണ്ടായിട്ടുണ്ട്. അനന്തമായ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ആ നിമിഷം, ആ അനന്തതയുടെ നിശബ്ദത എന്നെ വളരെയധികം ഭയഭീതനാക്കി തീർക്കുന്നുവെന്ന്. മൗനം മനുഷ്യനെ ഭയപ്പെടുത്തും. കാരണം നമ്മൾ ജനിച്ചതു മുതൽ ശബ്ദങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യവുമുണ്ട്. ശബ്ദം എന്നത് ഈ ഭൂമിയിൽ അന്തരീക്ഷമുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ വായു ആവശ്യമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് പോകുന്ന ആ നിമിഷം അവിടെ യാതൊരു ശബ്ദങ്ങളും ഇല്ലാതാകും. അവിടെ പൂർണ്ണവും അനന്തവുമായ നിശബ്ദത മാത്രമാകും. നമ്മൾ നമ്മുടെ രണ്ട് ചെവികളെയും പൂർണ്ണമായും അടയ്ക്കുകയാണെങ്കിൽ ആ ബ്രഹ്മാണ്ടത്തെ, മൗനത്തെ നമുക്ക് ഈ ഭൂമിയിലും സൃഷ്ടിക്കുവാൻ സാധിക്കും. നമ്മളപ്പോൾ ഭൂമിയിലാണ്, എന്നാൽ നമ്മൾ ശബ്ദങ്ങളുടെ ലോകത്തിന് താഴേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയുമാണ്. ഇന്ന് ശാസ്ത്രം ബഹിരാകാശ സഞ്ചാരികളെ വിണ്ണിലേക്ക് അയക്കുന്നതിന് മുൻപ് പല കാര്യങ്ങൾക്കും വേണ്ടിയും പരിശീലിപ്പിക്കാറുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ് നിശബ്ദതയിലാകുവാനായി അവരെ സജ്ജമാക്കുക എന്നത്. നിശബ്ദമായ പ്രത്യേക അറകളിൽ കഴിയുവാനായി അവർ പരിശീലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ അവർക്ക് ശബ്ദമില്ലായ്മയുമായി ഇണങ്ങിച്ചേരാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് ഭ്രാന്ത് പിടിച്ചേക്കാം. മനുഷ്യ ശബ്ദങ്ങളുടെ ലോകത്തു നിന്നും എങ്ങനെയാണ് മാറി നിൽക്കുക എന്നത് അവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും ആഴമേറിയ പ്രശ്നങ്ങളിലൊന്നാണ്. നമ്മളൊരു കാട്ടിൽ വഴിതെറ്റി അലയുകയാണെങ്കിൽ പെട്ടെന്നൊരു മനുഷ്യ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉറവിടം നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മുടെ ഭയത്തിന് ഒരല്പം ശമനമുണ്ടാകും. കാരണം ആരോ അവിടെയുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ആ ശബ്ദം നൽകുന്നു. എന്നാൽ ശബ്ദമില്ലായ്മയിൽ നമ്മൾ തീർത്തും ഏകാന്തനായിത്തീരും. ഒരാൾക്കൂട്ടത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ രണ്ട് ചെവികളും പൂർണ്ണമായും അടച്ചു വെച്ചുകൊണ്ട് നീങ്ങുകയാണെങ്കിൽ ആ നിമിഷം ആൾക്കൂട്ടം അവിടെ അപ്രത്യക്ഷമാകും. നമ്മൾ ഒറ്റയ്ക്കാകും. കാരണം മറ്റുള്ളവരെവിടെയുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത് ശബ്ദങ്ങളിലൂടെയായിരുന്നു. ഇവിടെയാണ് ശബ്ദവും മൗനവും തമ്മിലുള്ള വലിയൊരു ആത്മീയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശബ്ദം അപരനിലേക്കുള്ള ഒരു പാലമാണ്. ശബ്ദങ്ങളിലൂടെയാണ് നാം മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും അവരുമായി സംവദിക്കുന്നതും പുറം ലോകത്തേക്ക് സഞ്ചരിക്കുന്നതും. മൗനം സ്വത്വത്തിലേക്കുള്ള പാലമാണ്. എന്നാൽ ശബ്ദമില്ലായ്മ തന്നിലേക്ക് തന്നെ നീങ്ങുന്നതിനുള്ള ഒരു മാധ്യമമായി തീരും. ശബ്ദമില്ലായ്മയിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്കുള്ള
എല്ലാ പാലങ്ങളും അടയ്ക്കുകയും നമ്മുടെ തന്നെ ഉള്ളിലെ വലിയ ഗർത്തത്തിലേക്ക്, നമ്മുടെ സ്വത്വത്തിലേക്ക് നിപതിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പല ആത്മീയ വിദ്യകളും ഉള്ളിലേക്ക് നീങ്ങുന്നതിനായി ശബ്ദമില്ലായ്മയെ ഉപയോഗിക്കുന്നത്. സംസാരിക്കാൻ കഴിയാത്ത ഒരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്ധനായ ഒരുവൻ പോലും അത്രയും ബുദ്ധിമുട്ടിലല്ല. ഊമയായ ഒരുവനെ നിരീക്ഷിച്ചാൽ അയാൾക്ക് മനുഷ്യൻ്റെതല്ലാത്ത ചില ഭാവങ്ങൾ ഉള്ളതുപോലെ തോന്നിപ്പിക്കും. മിണ്ടാൻ കഴിയാത്തവനായ ഒരുവൻ ഒരു അന്ധനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിലാണ് ഉണ്ടാവുക. അന്ധന്റെ പ്രശ്നം അയാൾക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ്. എന്നാൽ അയാൾക്ക് ആശയവിനിമയം ചെയ്യാൻ കഴിയും. അയാൾക്ക് വിശാലമായ ഒരു മനുഷ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമായി തീരാൻ കഴിയും. അയാൾക്ക് സ്നേഹിക്കുവാനും സംസാരിക്കുവാനും കഴിയും. എന്നാൽ ഊമയായ ഒരുവൻ സമൂഹത്തിന് പുറത്താണ്. അയാൾക്ക് സംസാരിക്കുവാനും ആശയവിനിമയം ചെയ്യുവാനും കഴിയില്ല. സമൂഹം തന്നെ ഒരു ഭാഷയാണ്. സാമൂഹ്യപരമായ നിലനിൽപ്പിന് ഈ ഭാഷ അടിസ്ഥാനപരവുമാണ്. നമ്മൾ ഭാഷയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടവനായിത്തീരും. ഈ ലോകം ലക്ഷക്കണക്കിന് ജനനങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരിക്കാം. എന്നാൽ നമ്മൾ ഭാഷയെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായും ഒറ്റയ്ക്കാകും. നിങ്ങളൊരു ശബ്ദം കിടക്കാത്തതും ശീതീകരിച്ചതുമായ ഒരു ഗ്ലാസ് മുറിയിൽ ഇരിക്കുന്നതായി സങ്കല്പിച്ചു നോക്കിക്കേ. ഒരു ശബ്ദത്തിനും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് നിലവിളിക്കുവാനോ നിങ്ങളെ തന്നെ പ്രകടിപ്പിക്കുവാനോ കഴിയുകയില്ല. ആ ഗ്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ ലോകവും നിങ്ങൾക്ക് ചുറ്റും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നാൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കുവാനോ അവർക്ക് നിങ്ങളോട് സംസാരിക്കുവാനോ കഴിയുകയില്ല. ഇവിടെ നമുക്ക് വലിയ നിരാശയും ഇച്ഛാഭംഗവും അനുഭവപ്പെടും. ആ മുഴുവൻ കാര്യവും ഒരു ദുസ്വപ്നമായി തീരും. മിണ്ടാൻ കഴിയാത്തവൻ എപ്പോഴും അത്തരമൊരു ദുസ്വപ്നത്തിലാണ് ഉണ്ടാവുക. പൂർണ്ണമായും ബധിരനും മൂകനുമാകുക എന്നത് അത് ഏതാനും നിമിഷത്തേക്ക് മാത്രമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെയല്ലാതെ മറ്റെവിടേക്കും പോകാൻ കഴിയില്ല. പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെന്ന് നിങ്ങൾ കണ്ടെത്തും. യാതൊരു ചലനവും അവിടെ സാധ്യമാവുകയില്ല. അതിനായി ശിവൻ നൽകുന്ന പ്രായോഗിക മാർഗം എന്നത് നിങ്ങളുടെ കൈവിരലുകൾ ഉപയോഗിച്ച് 2 ചെവികളും ബലമായി അടച്ചു പിടിക്കുക. പുറത്തു നിന്നുള്ള എല്ലാ ശബ്ദങ്ങളും നിലയ്ക്കുമ്പോൾ ഉള്ളിൽ കേൾക്കുന്ന ആ സ്വാഭാവികമായ, ആരും സൃഷ്ടിക്കാത്ത ആ സ്വയംഭൂവായ ശബ്ദത്തിന് കാതോർക്കുക എന്നതാണ്. ഈ വിപരീത ശബ്ദം വാസ്തവത്തിൽ ഒരു ശബ്ദമല്ല, ബാഹ്യ ശബ്ദങ്ങളുടെ അഭാവമാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ പരമമായ ശൂന്യതയാണ്. നമ്മളിവിടെ തിരിച്ചറിയുന്നത് പുറത്തേക്കുള്ള ആശയവിനിമയത്തിന്റെ എല്ലാ വാതിലുകളും അടയുമ്പോൾ ഉള്ളിൽ അവശേഷിക്കുന്നത് നമ്മൾ മാത്രമാണെന്നാണ്. ആ നിശബ്ദതയുടെ ഗർത്തത്തിലേക്ക് വീഴുമ്പോൾ നമ്മെ നമുക്ക് അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. മൗനം എന്നത് വെറുതെ മിണ്ടാതിരിക്കുക മാത്രമല്ല, അതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ആത്മീയ ഗുരുവായിരുന്ന ഗുർജീഫ് തന്റെ ശിഷ്യർക്ക് മൗനത്തിന്റെ അതികഠിനമായ നീണ്ട ഇടവേളകൾ നൽകുക പതിവായിരുന്നു. അദ്ദേഹം 30-40 ആളുകളെ ഒരു വലിയ ബംഗ്ലാവിൽ ഒന്നിച്ച് താമസിപ്പിക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഈ വീട്ടിൽ പൂർണ്ണമായും ഒറ്റയ്ക്കാണെന്നതുപോലെ ജീവിക്കാൻ. നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ഭാഷ ഉപയോഗിക്കുവാനും പാടില്ല. മാത്രമല്ല, യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും, അത് കണ്ണുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ ഉള്ള ഒരു ആംഗ്യങ്ങളും പാടില്ല എന്ന്. ഒരാൾ നിങ്ങൾക്ക് മുമ്പിലൂടെ നടന്നാൽ പോലും അയാൾ അവിടെയുണ്ടെന്ന് കണ്ണുകൾ കൊണ്ടുപോലും തിരിച്ചറിയരുത്. ഈ രീതിയിൽ പൂർണ്ണമായും ബധിരനും ഊമയുമായി ആശയവിനിമയത്തിനുള്ള യാതൊരു സാധ്യതയുമില്ലാതെ 3 മാസത്തോളം അവർക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഊർജങ്ങളുടെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെടും. ഭാവനയിൽ പോലും ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഓരോ പ്രവൃത്തിയും ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണ്. ഉള്ളിൽ ഭാഷ നിശ്ചലമാകുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കും. നമ്മൾ അവിടെയുണ്ട്, എന്നാൽ ഒന്നും ചെയ്യുന്നില്ല. സമൂഹം എന്നാൽ അത് ഭാഷയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സമൂഹത്തിൽ
ആർക്കാണോ കൂടുതൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നത് അവർ പ്രമുഖരായിത്തീരും. ആർക്കാണോ തങ്ങളുടെ ചിന്തകളെ എളുപ്പത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് അവർ നേതാക്കളായിത്തീരും. അത് മതപരമായാലും രാഷ്ട്രീയപരമായാലും സാഹിത്യപരമായാലും അങ്ങനെയാണ്. ഊമയായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരു നേതാവായി തീർന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അന്ധനായ ഒരുവൻ വലിയ നേതാവായി തീരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അയാളുടെ കണ്ണുകൾക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ബാക്കി ഊർജമെല്ലാം കാതുകളിലേക്കും വാക്കുകളിലേക്കും മാറ്റപ്പെടും. എന്നാൽ ഊമയായ ഒരുവന് ജീവിതത്തിന്റെ ഒരു തുറയിലും നേതാവാകാൻ കഴിയില്ല. കാരണം അവന് ആശയവിനിമയം നടത്താൻ കഴിയില്ല. സമൂഹം എന്നാൽ ഭാഷയാണ്. സാമൂഹ്യപരമായ നിലനിൽപ്പിന് ഭാഷ അടിസ്ഥാനപരമാണ്. നമ്മൾ ഭാഷയെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ ലോകം ലക്ഷക്കണക്കിന് ജനങ്ങളെയും കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ തീർത്തും ഒറ്റപ്പെടും. ഇവിടെയാണ് മഹാനായ ആത്മീയ ഗുരു മെഹർ ബാബയുടെ ജീവിതം ഒരു വലിയ നിഗൂഢതയായി നിൽക്കുന്നത്. അദ്ദേഹം തുടർച്ചയായി 40 വർഷത്തോളമാണ് മൗനത്തിൽ ജീവിച്ചത്. മൗനത്തിൽ ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം തൻ്റെ ശിഷ്യർക്ക് ഒരു ചെറിയ കുറിപ്പ് എഴുതിക്കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ അറിയിക്കുമായിരുന്നു. പലപ്പോഴും അദ്ദേഹം എഴുതും, ഈ വരുന്ന മാസം ഇത്രാം തീയതി ഞാൻ എൻ്റെ മൗനത്തെ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന്. എന്നാൽ ആ തീയതി വരുമ്പോൾ അദ്ദേഹം അത് വീണ്ടും നീട്ടിവെക്കും. ഒടുവിൽ ഒരു വാക്ക് പോലും സംസാരിക്കാതെ അദ്ദേഹം മൗനത്തിൽ തന്നെ മരണമടഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിക്കാതിരുന്നത്? ആത്മീയതയിൽ അതീവ ഗൗരവമുള്ള ഒരു പ്രകൃതി നിയമമുണ്ട്. ഒരു മനുഷ്യൻ 3 വർഷത്തിൽ കൂടുതൽ പൂർണ്ണമായ മൗനം പാലിച്ചാൽ അവന് പിന്നീട് ശബ്ദങ്ങളുടെ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആദ്യത്തെ കാരണം എന്നത് തുടർച്ചയായി ഉപയോഗിക്കാതിരിക്കുമ്പോൾ ശബ്ദങ്ങളും വാക്കുകളും സൃഷ്ടിക്കുന്ന ശരീരത്തിലെ ആ സൂക്ഷ്മ യന്ത്ര സംവിധാനം, അതായത് നമ്മുടെ വോക്കൽ മെക്കാനിസം നിർജീവമായി പോകും. രണ്ടാമത്തെ കാരണം, ആ വ്യക്തി ഇത്രയും കാലം തന്നോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് നിലനിന്നതിനാൽ ആ മൗനം അത്രയ്ക്കും ഗാഢമായി തീരും. പിന്നീട് മറ്റൊരാളോട് എന്തെങ്കിലും പറയുക എന്നത് ഒരു ചുമരിനോട് സംസാരിക്കുന്നത് പോലെയായിത്തീരും. താൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ പരമമായ സത്യം വാക്കുകളിലൂടെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നവർ തിരിച്ചറിയും. മെഹർ ബാബയ്ക്ക് ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. പറയുവാൻ യോഗ്യമായ പലതും അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ താഴ്ന്ന ഒരു മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുവാൻ ആവശ്യമായ യാന്ത്രിക സംവിധാനം അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു. അതുകൊണ്ട് ശിവഭഗവാൻ ഈ വിദ്യയിലൂടെ വലിയൊരു ജീവിത രഹസ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലായ്പ്പോഴും അതോടൊപ്പം അതിൻ്റെ വിപരീതത്തെയും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. എല്ലായ്പ്പോഴും വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഏതാനും മണിക്കൂർ നേരത്തേക്ക് പൂർണ്ണ മൗനത്തിൽ നിലനിൽക്കുക, പിന്നെ നന്നായി സംസാരിക്കുക, ഒന്നിലും തന്നെ ഉറച്ചു പോകാതിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവനും കൂടുതൽ ഹൃദയാലുവുമായി തീരുക. ഏതാനും ദിവസത്തേക്ക് തീവ്രമായ ധ്യാനം അനുഷ്ഠിക്കുക, പിന്നെ പെട്ടെന്ന് അത് നിർത്തുകയും നിങ്ങളിൽ പിരിമുറുക്കത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഭൗതിക കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. പിന്നെ വീണ്ടും ധ്യാനത്തിലേക്ക് നീങ്ങുക. ഗുർജീഫ് തന്റെ ശിഷ്യർക്ക് ഈ വിപരീത മാറ്റങ്ങളാണ് ഉപദേശിച്ചിരുന്നത്. ആദ്യം അദ്ദേഹം ഉപവാസത്തിനായി നിർബന്ധിക്കും. പിന്നെ പറയും, ഇനി കഴിയാവുന്നത് അത്ര ഭക്ഷിക്കുക. പിന്നെ പെട്ടെന്ന് പറയും, ഇനി വീണ്ടും ഉപവാസത്തിലേക്ക് നീങ്ങുകയെന്ന്. ഏതാനും ദിവസത്തേക്ക് തുടർച്ചയായി രാത്രിയും പകലും ഉണർന്നിരിക്കാൻ പറയും. പിന്നെ ഏതാനും രാത്രികളിൽ ഗാഠനിദ്രയിലേക്ക് വീഴുവാനും പറയും. വിരുദ്ധ ധ്രുവങ്ങൾക്കിടയിലുള്ള ഈ നീക്കമാണ് നമുക്ക് ചലനാത്മകതയും പരമമായ ചൈതന്യവും പ്രദാനം ചെയ്യുന്നത്. ഈ 38ാമത്തെ വിധിയിൽ വിരുദ്ധങ്ങളായ 2 കാര്യങ്ങൾ ഒന്നിച്ചുൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്നാമത്തെ ധ്രുവം വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദത്തിൽ മുഴുകി നാദകേന്ദ്രത്തെ അറിയുക എന്നതാണ്. രണ്ടാമത്തെ ധ്രുവം എന്നത് ചെവികളിൽ വിരലുകൾ തിരുകിക്കൊണ്ട് ശബ്ദങ്ങളുടെ ശബ്ദമായ മൗനത്തെ കേൾക്കുക എന്നതും. ഒരു ഭാഗം നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളെ കേൾക്കുന്നതിനാണ്. മറ്റേ ഭാഗം എല്ലാ ശബ്ദങ്ങളെയും നിർത്തലാക്കി ശബ്ദരഹിതമായ കേന്ദ്രത്തെ അനുഭവിച്ചറിയുന്നതിനാണ്. ഇവ രണ്ടും ഒരേ വിദ്യയിൽ നൽകിയിരിക്കുന്നത്
രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് രണ്ടും മാറി മാറി പരിശീലിക്കാനാണ്. ആദ്യം ഏതാനും മാസത്തേക്ക് ഒന്നാമത്തത് ചെയ്യുക, പിന്നീട് ഏതാനും മാസത്തേക്ക് രണ്ടാമത്തതും ചെയ്യുക. രണ്ട് ധ്രുവങ്ങളിലേക്കും നിങ്ങൾക്ക് അനായാസം സഞ്ചരിക്കുവാൻ കഴിയുമെങ്കിൽ എല്ലാ കാലത്തും നിങ്ങളുടെ ഉള്ളിൽ ആത്മീയമായ യുവത്വം നിലനിർത്തുവാനാകും. ഏതെങ്കിലും ഒരറ്റത്ത് മാത്രം ഉറച്ചു പോകുന്നവർക്ക് പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കും. നിങ്ങൾക്ക് നീങ്ങുവാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മൃതനാണ്. മറ്റേ അറ്റത്തേക്ക് അനായാസം നീങ്ങുവാനുള്ള ഈ കഴിവിനെയാണ് യഥാർത്ഥ ജീവിതം എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ ഈ 38ാമത്തെ വിദ്യയെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനപ്രവാഹം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ആയി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിശദീകരണവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. ബാഹ്യമായ ശബ്ദങ്ങളുടെ കോലാഹലങ്ങൾക്കിടയിലും നിങ്ങൾക്കുള്ളിലെ ആ നിശ്ചലമായ നാഭീകേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ വിദ്യ നിങ്ങളെ സഹായിക്കും. വിപരീതങ്ങളുടെ ഈ മഹാപ്രവാഹത്തിൽ ഒഴുകി നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റമില്ലാത്ത ശുദ്ധ ബോധമായി ദർശിക്കാൻ കഴിയുകയുള്ളൂ. ആ നിശബ്ദതയിൽ നിങ്ങളുടെ സത്യം തെളിയട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.